Hi friends. So again മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണയും വിഷയം പെട്ടി തന്നെ. പക്ഷെ ഹോസ്പിറ്റൽ ബാഗ് പെട്ടിയല്ല. ഇത്തവണ വന്നിട്ട് സ്കോട്ട്ലാൻഡ് ബേബി ബോക്സ്. സോ സ്കോട്ട്ലാൻഡ് ബേബി ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ മാത്രം പ്രഗ്നന്റ് ലേഡീസിന് കിട്ടണ ഒരു കൈൻഡ് ഓഫ് ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് സ്കോട്ട്ലാൻഡ് ഗവൺമെന്റ് വന്നിട്ട് ഇവിടെയുള്ള എക്സ്പെക്ടഡ് മദേഴ്സിന് ഒരു ഏകദേശം ഒരു 8-9 മാസം ആവുമ്പോൾ അവര് വീടുകളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു പെട്ടി. ഇതിന്റെ അകത്തുള്ള സാധനങ്ങളാണ് ഈ വീഡിയോയില് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പൊ മെല്ലെ തുറന്നാലോ? ഓക്കെ, ഇതിന്റെ കളറും ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഇതാണ് അതിന്റെ ടോപ്പിൽ വരുന്ന ഒരു ഡിസൈൻ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ദോ ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു ചെറിയ സ്നേക്ക് ആൻഡ് ലാഡറിന്റെ ഒരു ഇതുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം പെട്ടിയുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതില് ആക്ച്വലി ഉള്ളതെല്ലാം ബേബിക്കുള്ള കാര്യങ്ങളാണ്. സോ ഇവര് ഒരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത്. ഇത് വന്നിട്ട് ന്യൂ ബോൺ ഐറ്റംസ് ഉണ്ട്, 0 to 3 months ഐറ്റംസ് ഉണ്ട്, 3 to 6 months ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ബേബി ബോക്സ് വന്നിട്ട് നമുക്ക് ആക്ച്വലി കുട്ടീനെ കടത്താനും യൂസ് ചെയ്യാം എന്നാണ് ഇതിൽ പറയണത്. പിന്നെ ബേബിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ്, മദറിന് ആവശ്യമുള്ള 1-2 ഐറ്റംസ്, ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഉള്ളത്. സോ നമുക്ക് 1 by 1 നോക്കിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണ് ആദ്യം പോയത് ഇതിലേക്കാണ്. ഇത് വന്നിട്ട് ആക്ച്വലി ഒരു നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ടോയ്. ഇത് ജിറാഫ് ആണോ കൗ ആണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം സ്കോട്ട്ലാൻഡിൽ ഇതുമാതിരി കുറെ ബൊമ്മകളുണ്ട്. അതില് അവര് ചിലപ്പോൾ ജിറാഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ കൗ എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ രണ്ടെണ്ണത്തിന് ഒരേ മുഖമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വലിയ ഡിഫറൻസ് തോന്നിയിട്ടില്ല. സോ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. സോ ഇത് ഒന്നുണ്ട്, കുട്ടിക്ക് കളിക്കാനുള്ള ഒരു ടോയ്. ഇത് വന്നിട്ട് സ്പോഞ്ച്. ഓക്കെ, ഇത് വന്നിട്ട് ബേബി സ്പോഞ്ച്. കുളിക്കുന്ന ടൈമില് നമുക്ക് കുട്ടീനെ ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി സ്പോഞ്ച് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കുറെ ഡ്രസ് ഉണ്ട് കുട്ടിക്ക്. ഓക്കെ, നല്ല ഭംഗിയുള്ള ജിറാഫ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ മൃഗങ്ങളുമായിട്ട് കുറെ ഡിസൈൻസിലൊക്കെ മൃഗങ്ങളാണ് വരിക. സോ കുറച്ച് 2-3 ഡ്രസ് ഉണ്ട് കുട്ടിക്ക്. ഇത് ന്യൂ ബോൺ ഡ്രസ് ഉണ്ട്, 3 to 6 months വരെയുള്ള ഡ്രസ് ഉണ്ട്. ദെൻ റോംപേഴ്സ് ഉണ്ട്, ഹാഫ് സ്ലീവ്സ് ഉണ്ട്. ഒരു സ്ലീപ്പ് സൂട്ട് ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിലൊക്കെ കുട്ടിക്ക് പഠിക്കാനുള്ള രീതിയിലുള്ള 1 to 3 എന്നുള്ള അക്ഷരങ്ങളുണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്. ഇതൊക്കെ 6 months ആ തോന്നുന്നു, ബിക്കോസ് കുട്ടി കുറച്ച് വലുതാവുമല്ലോ ആ ടൈമില്. ഓക്കെ, ഡ്രസ് ആക്ച്വലി ഇത്രേ ഉള്ളൂ, ബട്ട് നന്നായിട്ടുണ്ട്. പിന്നെ എന്താ നമുക്കുള്ളത്? ഓക്കെ, നമുക്ക് മസ്ലിൻ സ്ക്വയേഴ്സ് ഉണ്ട്. ഒരു ഐ തിങ്ക് 3 ഉണ്ട്. 3 തന്നിട്ടുണ്ട്. ഒന്ന് ഗ്രേ, പേർപ്പിൾ ആൻഡ് ബ്ലൂ. പേർപ്പിൾ ഒന്ന് തുറന്നു നോക്കാം എത്ര. ഓക്കെ, ഇത്ര സൈസിലുള്ളൊരു മസ്ലിൻ സ്ക്വയർ തന്നിട്ടുണ്ട് അവര്. ഗുഡ്. അച്ചോടാ, 2 പെയർ ഓഫ് സോക്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ആക്ച്വലി ബേബി നെയിൽ ഫൈലർ ആണത്. സോ കുട്ടികളുടെ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇതില് നമുക്ക് അവരുടെ നെയിൽസ് ഫയൽ ചെയ്യാൻ പറ്റും. സോഫ്റ്റ് ആണ് അത് ആക്ച്വലി. അതൊന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേബി ബുക്ക് ഉണ്ട്. ഇതുമാതിരി ബുക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നല്ല കളർഫുൾ ആയിട്ട് ഇമേജസ് ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ കഥകളായിട്ടുള്ള ബുക്സ് അതുണ്ട്. പിന്നെ ടൈം ടു സ്ലീപ്പ് ലിറ്റിൽ വൺ, ചെറിയ റൈമിംഗ് ആയിട്ടുള്ള പോയം, ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഇത് വന്നിട്ട് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് ആക്ച്വലി. ഇതിൽ മെയിൻ ആയിട്ട് അവർ പറയണത് ബേബി ബോക്സ് ഇതിലുള്ള കവറും പാക്കേജും ഒക്കെ റിമൂവ് ചെയ്യുക. ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എന്താ പറയുക, അവർക്ക് കടക്കാൻ പറ്റിയ ഒരു സേഫ് പ്ലേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ലീഫ്ലെറ്റിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് സം ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ. Oh, musical gift from Scotland's National Orchestra. പിന്നെ ഇതൊരു ചെറിയൊരു നാഷണൽ ഗാലറീസ് ഓഫ് സ്കോട്ട്ലാൻഡിന്റെ വക ഒരു ചെറിയൊരു ആർട്ട്. ഇതെന്താ ഡ്രോയിങ് എനിക്ക് മനസ്സിലാവണില്ല, ബട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഐ ക്യാൻ സീ. പിന്നെ ഓക്കെ, സ്കോട്ട്ലാൻഡ്സ് ബേബി ബോക്സ്, another bundle of joy to look forward. ഓക്കെ, സോ ഇതിൽ കൊടുത്തിരിക്കുന്നത് മെയിൻലി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചിട്ടും പിന്നെ ഇതിൽ ചില ഐറ്റംസ് ഉണ്ട് ലൈക്ക് ടീത്തിങ് റിങ്, ഇങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ എന്തിനാണ്, ഹൗ ടു യൂസ് ഇറ്റ്, പിന്നെ ബോക്സ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ഒരു ഹാൻഡ് റിട്ടേൺ ലെറ്റർ ഉണ്ട് ഫ്രം ജാക്കി കെ. ഓക്കെ, ഇത് ഐ തിങ്ക് സ്കോട്ട്ലാൻഡ് ഇംഗ്ലീഷിലുള്ള ഒരു ചെറിയ പോയം മാതിരി കുട്ടീനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു, അത് പുതിയതായിട്ട് ഈ ലോകത്തേക്ക് വരുമ്പോൾ വെൽക്കം ചെയ്യണ ഒരു ചെറിയ പോയമാണ്. ആൻഡ് ദിസ് ഈസ് വെരി മച്ച് കസ്റ്റമൈസ്ഡ്. സോ അതൊന്നുണ്ട്. പിന്നെ നമുക്ക് ഓക്കെ, ഇത് വന്നിട്ട് ചേഞ്ചിങ് മാറ്റ് ആണ്. സോ ചേഞ്ചിങ് മാറ്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതും ന്യൂമറിക്കൽസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഒരു ബേബി റാപ്പ് തന്നിട്ടുണ്ട്, ഒരു സ്ലിംഗ് ബേബി റാപ്പ്. സോ ഇപ്പോൾ മദേഴ്സിനാണെങ്കിലും ഫാദേഴ്സിനാണെങ്കിലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുട്ടീനെ അൺഅറ്റൻഡഡ് ആയിട്ട് വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇന്റൻഷനിൽ അവരിവിടെ ഒരു ബേബി റാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കിങ്ങനെ കെട്ടി കുട്ടീനെ നമ്മുടെ ഒരു കാങ്കറൂ ടൈപ്പ് പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ ബിപ്പ് തന്നിട്ടുണ്ട്. ഹാറ്റ് ഉണ്ട്. ബിപ്പും ഹാറ്റൊക്കെ സെയിം കളറാണ്. ചെറിയ പാൻറ് ഒന്ന്, ആക്ച്വലി പാൻറ് രണ്ടെണ്ണം ഉണ്ട്. ആൻഡ് ഇത് വന്നിട്ട് ഓക്കെ, ഇത് വന്നിട്ട് മാട്രസ് ഫിറ്റിംഗ് ഷീറ്റ്സ് ആണ് ഇത് ആക്ച്വലി. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഹുഡഡ് ടവൽ. കുളിച്ച ശേഷം നമുക്കിത് കുട്ടിക്ക് കവർ ചെയ്യാനും നമുക്ക് തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഒരു ഹുഡഡ് ടവൽ ഉണ്ട്. ആൻഡ് ക്യൂട്ട് മിറ്റൻസ് ഉണ്ട്. ആൻഡ്
ഇത് വന്നിട്ട് ഡിജിറ്റൽ ബാത്ത് ആൻഡ് റൂം തെർമോമീറ്റർ. ഇത് വളരെ അത്യാവശ്യമായിരിക്കും റൂമിലും. അതേമാതിരി കുളിക്കാൻ ടൈമിൽ ആ കുളിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് അറിയാനായിട്ട് ഇറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ. സോ അതൊന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഒരു ഫ്ലീസിന്റെ ഒരു ഹുഡി മാതിരി ചെറുത്, 2 ചെവിയായിട്ടുള്ളത്. ഓക്കെ, അതുണ്ട്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന 6 മാസമുള്ള കുട്ടികൾക്കുള്ള വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്, 6 മാസം വരെ. എൻ്റെ ടൂത്ത് ബ്രഷ് തന്നിട്ടുണ്ട്. എനിക്കറിയില്ല, 2 എണ്ണമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടൂത്ത് ബ്രഷ്. ഓക്കെ, സോ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ as soon as the first tooth appears, brush 2 times a day എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ട് 2 സാധനങ്ങൾ. ആൻഡ് ദെൻ നമുക്കൊരു ഡിജിറ്റൽ തെർമോമീറ്റർ തന്നിട്ടുണ്ട്. ഇതും വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്കൊരു സെല്ലുലർ ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അതർവൈസ് സ്വാഡ്ലിംഗ് ക്ലോത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്ര വരുന്നുണ്ട്. സോ വെരി മച്ച് യൂസ്ഫുൾ. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് അഗെയിൻ ഫിറ്റഡ് ഷീറ്റിന്റെ ഒരു മാട്രസ് പ്രൊട്ടക്ടർ മാതിരി ഒന്നുണ്ട്. Then we have teething ring. So ഇത് ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ടീത്തിങ് റിംഗ് കാണുന്നത്. ഐ തിങ്ക് ഇത് കുട്ടികൾക്ക് ഫസ്റ്റ് ടൈം പല്ല് വരുന്ന ടൈമിൽ അവർക്ക് ജനറലി ഉണ്ടാവുന്ന ചില ഇറിറ്റേഷൻസും എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കാനൊക്കെ അവർക്കൊരു ടെംപ്റ്റേഷൻ വരും. സോ ഇത് വന്നിട്ട് ആക്ച്വലി ഫുഡ് ഗ്രേഡ് സിലിക്കോൺ ആണത്. സോ ഇറ്റ് ഇസ് സേഫ് ടു യൂസ് എന്നാണ് ഇത് പറയുന്നത്. സോ അതൊന്നുണ്ട്. ആൻഡ് ഔട്ട് ആൻഡ് അബൌട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്ക് ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു തൂക്കിയിടുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഐ തിങ്ക് വെഹിക്കിൾസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഹോൺ ശബ്ദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. സോ അതും ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഓക്കെ, ദിസ് ഇസ് ഐ തിങ്ക് പ്ലേ മാറ്റ് ആണ്. സോ കുട്ടീനെ നമ്മള് നിലത്തോ മറ്റോ കടത്തുകയാണെങ്കിൽ സി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേ മാറ്റ്. എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഞാൻ പറയുന്ന മാതിരി ഇവിടെ എല്ലാവരും കൂടുതൽ മൃഗങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരായതുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാത്തിലും ടോയ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും കൂടുതൽ മൃഗങ്ങളെയാണ് ഇവര് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചുമ്മാ കുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോയാലും കൂടുതൽ ഡൈനോസോർ അങ്ങനത്തുള്ള തീമൊക്കെയാണ് കൂടുതൽ കിട്ടുക. റാബിറ്റ്. ഓക്കെ, ആൻഡ് പിന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റർനിറ്റി പാഡ്. ദെൻ അൾട്രാ സ്ലിം ബ്രസ്റ്റ് പാഡ്. ഗുഡ്, അവരതും ബ്രസ്റ്റ് പാഡ് അടക്കം അവർ തന്നിട്ടുണ്ട്. 24 pads are there. Okay, and ഇത് വന്നിട്ട് ഇത് അഗെയിൻ ഒരു leaflet about reusable period pads. Okay, and പിന്നെ വന്നിട്ട് ഒരു ഇത് വന്നിട്ട് 2 കോണ്ടംസിന്റെ 2 ബോക്സ് തന്നിട്ടുണ്ട്. മേ ബി അടുത്തൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം. ആൻഡ് ദെൻ നമുക്ക് ഞാനിങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്കിവിടെ ഒരു മാട്രസ് തന്നിട്ടുണ്ട് അവർ. ഓക്കെ, സോ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി കുട്ടീനെ കടത്താൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം റെഗുലർലി യൂസ് ചെയ്യണ ഒരു ബോക്സ് ലൈക്ക് ബെഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. അതല്ലാതെ ഇപ്പോൾ അമ്മമാര് വന്ന് ലിവിങ് റൂമിൽ ഇരിക്കുക അല്ലെങ്കിൽ കിച്ചണിൽ ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഇത് വന്നിട്ട് നമുക്ക് എടുത്തിട്ട് പോകാനും ഇത് കുറച്ച് ഈസി ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാട്രസ് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇവരുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ ബേബി ബോക്സ് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫിൻലാൻഡിൽ ഇതുമാതിരി ഒരു ബേബി ബോക്സ് ഇവര് എക്സ്പെക്റ്റഡ് മദേഴ്സിന് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട്. പിന്നെ അത് ഉള്ളത് സ്കോട്ട്ലാൻഡാണ്. UK ബാക്കി ഭാഗങ്ങളിൽ ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല, ബട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. സോ ഇത് തുടങ്ങിയത് മെയിൻലി ഈ ഫിനാൻഷ്യലി അമ്മയും അച്ഛനെയും ഒന്ന് ലൈക്ക് ഇനീഷ്യലി ആ കുട്ടിയുടെ ഒരു എന്താ പറയാ എക്സ്പെൻസസ് ഒന്ന് കുറയ്ക്കാനും. ഇപ്പോ ഈ എല്ലാ ഐറ്റംസിനും ഒരു 420 പൗണ്ട്, അതായത് നാട്ടില് ഒരു 42,000 രൂപയുടെ അടുത്തോളം വരുന്ന ഐറ്റംസ് ആണ് ഈ കാണിച്ചത് എല്ലാം. ഓക്കെ, സോ അമ്മയും അച്ഛൻ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമുക്ക് കുറച്ച് ബാക്കി കാര്യങ്ങൾ വാങ്ങിച്ചാൽ മതി. അതും പിന്നെ കുട്ടീനെ കുറച്ചുകൂടി അവര് ഒരു വെൽക്കമിങ് എന്നുള്ള രീതിയിൽ, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലും കൂടിയിട്ടാണ് ഇപ്പൊ നാഷണൽ ഗാലറി സ്കോട്ട്ലാൻഡിന്റെ വക ആ പെയിന്റിങ്, പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് എഴുതിയ ലെറ്റർ, ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യണത്. സോ ഇതാണ് സ്കോട്ട്ലാൻഡ് ബേബി ബോക്സ്. ഇനി ഇതുമാതിരിയുള്ള വിചിത്രമായ ആചാരങ്ങൾ സ്കോട്ട്ലാൻഡില് പല കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് us. I am really happy to show this and share this with you. So thank you so much. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓൾസോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമാതിരിയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരാൻ എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.